ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ വൈസ് ഉണ്ടാക്കിയെടുത്താലോ? അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലാസ് ബോട്ടിലാണ്. ബോട്ടിൽ നമുക്ക് വൃത്തിയായി കഴുകി നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നത്. സ്പോഞ്ചിൽ കളർ എടുത്തിട്ട് നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ടെസ്റ്റർ കിട്ടും. ആ ടെസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. ഫുൾ കളർ ചെയ്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ്. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിനി റെഡ് കളർ വേണം. റെഡ് കളർ വെച്ചിട്ട് ചെറിയ ചെറിയ ഹെയർ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കണം. ബോട്ടിൽ കംപ്ലീറ്റ് ഇതുപോലെ ഗ്യാപ്പ് വിട്ടിട്ട് ഫുള്ളായിട്ട് ചെറിയ ഹെഡ്സ് നമുക്കൊന്ന് വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏക്കലക്കിൻ്റെ കളേഴ്സാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് കളറും ഉപയോഗിക്കുകയാണെങ്കിലും ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അടുത്ത ഘട്ടം ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇതുപോലെ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ട ജൂട്ടിൻ്റെ ഒരു ത്രെഡാണ്. ആ ത്രെഡ് നമുക്ക് ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഒന്ന് റൗണ്ടിൽ ചുറ്റി കൊടുക്കാം. പശ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് ചുറ്റിയെടുക്കാം. നമ്മളെല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ബോട്ടിൽസ് എല്ലാം. ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയലാണ് പതിവ്. പക്ഷെ ഇതുകൊണ്ട് ഇതുപോലത്തെ നല്ല നല്ല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.